Namaskaram. Welcome to Aura Career Guidance YouTube channel. Aura Career Guidance YouTube channel ഏവർക്കും സ്വാഗതം നൽകുന്നു. ഞാനൊന്ന് മാറ്റി പറയാൻ നോക്കിയതാ, നടന്നില്ല. ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27. ഇപ്പോൾ ഓൾറെഡി AI-യുടെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടാവും. 4-5 ദിവസം മുമ്പ് സ്ട്രീം ചെയ്ത ഞാനത് യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്തതാണ്. അത് ഓൾറെഡി ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ടാവും. വളരെ പ്രതീക്ഷയോടുകൂടി കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്ത വീഡിയോ ആണ്, കണ്ടു നോക്കൂ. അതുപോലെ ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്സ് ചെയ്തിരുന്നു. ഞാനും സെറിബ്രൽ പാൾസിയും ഞാൻ പ്ലസ് സെറിബ്രൽ പാൾസി ഈസ് ഈക്വൽ ടു കുറച്ച് വിദേശ യാത്ര എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ യൂട്യൂബിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ആകെ 20 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഈ 20 ദിവസത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വീഡിയോ ചെയ്താൽ അതിൽ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് വളരെ വീക്കായിരിക്കും. അപ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു വീഡിയോ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ വിദേശ പഠനം, അതുവഴി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതിലും കുറച്ച് ആത്മാംശമുണ്ടെന്നാണ്, എൻ്റെ അംശമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാനും സെറിബ്രൽ പാൾസിയും, ഞാൻ പ്ലസ് സെറിബ്രൽ പാൾസി ഈസ് ഈക്വൽ ടു വിദേശ യാത്ര. ഇത് ഞാൻ എന്നെ സ്വയം പൊക്കി പറയാനോ അല്ലെങ്കിൽ ഞാൻ ഒരു ആളാണെന്ന് കാണിക്കാനോ ഒന്നുമല്ല. ഞാൻ ഒരു വളരെ ചെറിയ മനുഷ്യൻ, സൈസ് കൊണ്ട് വളരെ ചെറിയ മനുഷ്യനും, എൻ്റെ ചാനലും ചെറിയൊരു ചാനൽ. അപ്പോൾ ഞാനിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, സാധാരണ കുട്ടികൾക്ക്, സാധാരണക്കാർക്ക് ഇതിൻ്റെ 100 ഇരട്ടി എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് നടക്കാനാണ് ബുദ്ധിമുട്ട്. ഞാൻ വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, പിന്നെ എൻ്റെ പേരൻസിൻ്റെ, അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 7-ാം മാസം എന്ന് പറഞ്ഞാൽ 1971 ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഇന്നത്തെ പോലെ അത്ര വലിയ ഒരു മെഡിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എന്നാണ് പറയണത്. അച്ഛൻ്റെ അമ്മയും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മ ബെഡ് റിഡണാണ്, അൽഷിമേഴ്സായിട്ട് അമ്മ ബെഡ് റിഡണാണ്. പക്ഷേ അമ്മയും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ആൻറ്റിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഒട്ടും ഫോംഡ് അല്ല. 7 മാസം എന്ന് പറഞ്ഞാൽ ഒട്ടും ഫോംഡ് അല്ല. അന്ന് എൻ്റെ പാരൻസ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എല്ലാവരും കളിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഞാൻ 10ാം ക്ലാസ് വരെ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ വീട്ടിൽ കൃഷ്ണൻ എന്നാണെന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്, എന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആൾ. 15 കൊല്ലത്തോളം നിരന്തരം, ഞാൻ 10 പഠിക്കുന്ന വരെ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ എൻ്റെ വ്യൂസ് കൂടാനോ അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് സിമ്പതി വാങ്ങാനൊന്നുമല്ല. ഞാൻ പറയാം, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഡാഡി, എൻ്റെ അച്ഛൻ, വളരെ അമ്മയും, അമ്മയെക്കാട്ടിലും കൂടുതൽ ഡാഡിയാണ്. നമുക്ക് വളരാനും പിന്നെ ഈ ഹാൻഡിക്കപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അത്രയും ഫ്രീഡം തന്നു. സാധാരണ കുട്ടികളുടെ പോലെ തന്നെ നമ്മളെ പേരൻസ് കണ്ടു ഇവനിങ്ങനെ ഒരു ഫിസിക്കൽ ഡിഫോമിറ്റി ഉള്ളതായിട്ട്. അവർക്കും സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. കുറച്ചൊക്കെ വിദേശ യാത്രകൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഡാഡി എപ്പോഴും പറയാറുള്ളത്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അങ്ങനെ ഒരുപാട് കഥകൾ പറയുകയാണെങ്കിൽ അതൊരു വീഡിയോയിലൊന്നും തീരില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ റീകലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണത് പറയേണ്ടതെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല.
അത് കുറേ പറയാനുണ്ട്. അത് പറഞ്ഞു വന്നാൽ വലിയ വലിയ എപ്പിസോഡ്സ് ആയിരിക്കും. ഞാൻ ആൾക്കാരെ ശരിക്ക് മുഷിപ്പിക്കും, ആൾക്കാർക്ക് ദേഷ്യം വരും. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഫാദറാണെങ്കിലും മദറാണെങ്കിലും ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട്, സെറിബ്രൽ പാൾസി കുട്ടിയായതുകൊണ്ട്, അതായത് വളരെ മൈന്യൂട്ട് മാത്രമേ സെറിബ്രൽ പാൾസി എന്നെ ബാധിച്ചിട്ടുള്ളൂ. 50% എനിക്ക് ബാധിച്ചിട്ടുള്ളൂ. അതും കാലിനെ മാത്രമേ ബാധിച്ചുള്ളൂ. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ബലം പിടിച്ച് പറയുന്ന പോലെ തോന്നും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, പേരൻറ്റ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു സാധാരണ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയതുകൊണ്ട് അങ്ങനെ വലിയ പാമ്പറിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എനിക്ക് വേറൊരു കാര്യം കൂടി പറയണം. കാരണം ഞാൻ ഹൈസ്കൂളിൽ 8, 9, 10 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹത്തിന് പോളിയോ ആണ്. അപ്പോൾ അദ്ദേഹം ഓടിക്കുന്ന സൈക്കിള് സാധാരണ എല്ലാവരും ഓടിക്കുന്ന പോലെ ഉള്ള ആൺകുട്ടികൾ ഓടിക്കുന്ന പോലെ ലേഡീസ് സൈക്കിളല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും വാശിയാണ് ഡാഡിയുടെ അടുത്ത് എനിക്കൊരു സൈക്കിൾ വേണം, സോ പേഴ്സൺ സൈക്കിളിലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാശി പിടിച്ച് ഡാഡിയോട് ബഹളം വെച്ചിട്ട് അവസാനം ഡാഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാഡിക്ക് വരെ എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരുന്നതിന് ഡാഡിയും അമ്മയും വളരെ എതിരായിരുന്നു. സാധാരണ കുട്ടികളെ പോലെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു, സ്വയം നേടിയെടുക്കണം. ഡാഡി എവിടെയും വന്നിട്ടില്ല. ഇപ്പോൾ കോളേജ് അഡ്മിഷൻ ആണെങ്കിലും ഒന്നിനും ഡാഡിയും അമ്മയും വന്നിട്ടില്ല. എല്ലാം സ്വയം ചെയ്യണം. ഈ ബസ്സിലൊക്കെ ചാടി പിടിച്ചിട്ട് തന്നെയാണ് ഞാനും പോയിരുന്നത്. അന്നൊന്നും ഇപ്പോഴത്തെ പോലെ ബസ് കയറാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ഹൈറ്റാണ്, ഫുഡ് സ്റ്റെപ്പിന് ഭയങ്കര ഹൈറ്റാണ്. പോട്ടെ. അപ്പം അവസാനം ഞാൻ കുറേ വാശി പിടിച്ചിട്ട് എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു വന്നു. ലേഡീസ് സൈക്കിളല്ല, സാധാരണ ജെൻസ് യൂസ് ചെയ്യുന്ന സൈക്കിള്. പക്ഷേ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഈ സൈക്കിളിൽ എനിക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ മയിൽക്കുറ്റി വേണം, അല്ലെങ്കിൽ പോസ്റ്റ് വേണം, അല്ലെങ്കിൽ മതിൽ വേണം. ഞാൻ കലൂർ വീട്ടിൽ മതിലിൽ ചാരി വെച്ചിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കയറിയാൽ പിന്നെ 7th ഡേ സ്കൂളിൻ്റെ മതിലിൽ ഈ സാധനം വന്ന് നിൽക്കുള്ളൂ. അപ്പോൾ പോസ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റിൽ ചാരിയിട്ട് വേണം എനിക്ക് കയറാനും. പോസ്റ്റ് ചാരിയിട്ട് വേണം, അല്ലെങ്കിൽ മതിലിൽ ചാരിയിട്ട് വേണം എനിക്ക് കയറാൻ. അടിപൊളി സൈക്ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകര സൈക്ലിസ്റ്റാണ്. ഞാൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഈ തിരക്കുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ഈ ബ്രേക്കിലും സ്പീഡിലുമാണ് ഇത് മാനേജ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് കാലുകുത്തി ഇറങ്ങൽ പ്രാക്ടിക്കലി നടക്കില്ല. ചെറിയ കാലുകുത്തലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് ഇത് നടക്കില്ല. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. കലൂർ ഒരു മാർക്കറ്റ് പോകുന്നുണ്ട്, കലൂർ ഒരു കാന പോകുന്നുണ്ട്. ഒരു വൃത്തികെട്ട കാനയാണ്. ഈ കലൂർ മാർക്കറ്റിലെ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു കാനയാണ്. അത് ഞങ്ങളുടെ 7th ഡേ സ്കൂളിൻ്റെ ബാക്കിൽ കൂടെയാണ് ഈ കാന പണ്ട് പോയിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ബ്ലോക്കിൽ എല്ലാ വണ്ടികളും നിർത്തിയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് സൈക്കിൾ നിർത്തിയില്ല. അപ്പോൾ അടുത്തൊന്നും പോസ്റ്റോ അല്ലെങ്കിൽ മതിലുകളോ ഒന്നും ഇല്ല, കാരണം മെയിൻ റോഡിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ കാനയുടെ സൈഡിൽ ചെറിയൊരു തിണ്ണ പോലെ ഉണ്ടാവുമല്ലോ കാനയുടെ സൈഡിൽ, അപ്പോൾ അതിൽ കാല് കുത്തിയിട്ട് നിന്നു. പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് ഞാൻ ഈ കാനയിൽ വീണിട്ട് ഷിബു എന്നല്ല, ഒരു കറുത്ത മനുഷ്യൻ, മൊത്തം കറുത്ത മനുഷ്യൻ. ചെളിയെന്ന് പറഞ്ഞാൽ സകല മീറ്റിൻ്റെ പാർട്സും എല്ലാം ഇടുന്ന ഒരു കാനയാണ്. ആ കാനയിൽ വീണ അവസാനം നാട്ടുകാരും ഓട്ടോറിക്ഷക്കാരൊക്കെ കൂടി പൊക്കി വിട്ടില്ല. ഞാൻ നേരെ സൈക്കിളിൽ ചാടി പിടിച്ച് കയറി ഒരു വരവ് 100 സ്പീഡിൽ ഞാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നിന്നത് കലൂർ വീട്ടിലാണ്. ഈ ഹയർ സ്റ്റഡീസും ഞാൻ ചെയ്യുന്ന ജോലി ഇപ്പോൾ സ്റ്റഡി അബ്രോഡും ആയിട്ട് ബന്ധമുള്ള വീഡിയോ അല്ല. പക്ഷേ എനിക്ക് കുറേ യാത്ര ചെയ്യാൻ പറ്റി. ഇത്രയും ഇങ്ങനെയുള്ളൊരു എന്താണ് പറയുക, ഇങ്ങനെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ട് പോലും എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റി. വലിയതായിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണക്കാർക്ക് ഇതിൻ്റെ 100 ടൈംസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പിന്നെയും പറയാൻ കാരണം. അതാ കാരണം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഷോ ഓഫ് വീഡിയോ അല്ലെങ്കിൽ
അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ വ്യൂവേഴ്സ് കറക്റ്റ് സെൻസിൽ തന്നെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ ഇതിപ്പം ഒരു പാസ്പോർട്ടാണ്. ഇത് ചെന്നൈയിൽ നിന്ന് വിച്ച് ഇസ് ഹിസ് കൺട്രി ദുബായ് യാത്ര ചെയ്തൊരു സംഭവമാണ്. ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഞാൻ സ്റ്റഡി അബ്രോഡൊന്നും ഞാൻ പുറത്ത് പോയിട്ടൊന്നും അല്ല പഠിച്ചത്. എൻ്റെ അനിയൻ UK പഠിച്ചത്. പക്ഷേ ഞാൻ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. ഇത് ദുബായ് യാത്ര. അത് കഴിഞ്ഞിട്ട് മറ്റൊരു യാത്ര ചെയ്യുന്നത് ഇത് ജർമ്മനി. എനിക്ക് ജർമ്മനിയിലൊന്ന് പോകാൻ പറ്റി. ഷാങ്ഹായ് വിസ കാണാനുണ്ടോ? ഷാങ്കൻ വിസ. ജർമ്മനിയിൽ പോകാൻ പറ്റി. ഹെഡൽബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ഏഹൻ എന്നുള്ള സ്ഥലത്ത് പോകാൻ പറ്റി. പിന്നെ മറ്റൊരു യാത്ര റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. നമ്മൾ ഈ സ്പാസ്റ്റിക്കായുണ്ട് ഈ ഇത് വേണ്ട. റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഷോ ഓഫ് വീഡിയോ അല്ല ഇത്. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്ന് പറയാണ്. റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. പിന്നെ ബോട്സ്വാനയിൽ പോയി. ഷാങ്കൻ വിസ ജർമ്മനി പോയി. പിന്നെ മറ്റൊരു വിസ വന്നിട്ട് ഒരു മിനിറ്റ് UK വിസ. ഇതൊന്നും ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് ഒറ്റയ്ക്കുള്ള യാത്രകളായിരുന്നു ഈ രാജ്യങ്ങൾ മുഴുവൻ. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണെങ്കിലും സാധാരണക്കാർക്ക് 100 times ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ വ്യൂവേഴ്സായിട്ട് ഇത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ ബലം പിടുത്തം സംസാരത്തിലുള്ള ഒരു സ്റ്റിഫ്നെസ്, സ്പാസ്റ്റിസിസം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതെന്ന് പറയാനും, പിന്നെ അതിൻ്റെ ഒപ്പം ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഏതാണ്? ഖത്തർ, ദോഹ, ഇമിഗ്രേഷൻ ദോഹ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ നോട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത് വന്നിട്ട് ഓറ കരിയർ ഗൈഡൻസ് എന്ന ചെറിയ ചാനൽ, ഷിബു എന്ന് പറയുന്ന വളരെ ചെറിയ മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ 20 ദിവസം കൊണ്ട് എനിക്ക് 5000 വ്യൂസ്, രാവിലെ നോക്കിയപ്പോൾ 5200 വ്യൂസ് ഉണ്ടായിരുന്നു. അത് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ദൈവാധീനം അതുകൊണ്ട് കിട്ടിയതാണ്. പോരാ, 53 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളൂ. ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. റിലേറ്റീവ്സിനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ 53 പേര് ഒരു വർഷം വീഡിയോ കണ്ടിട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ കുറച്ച് പേരോട് 2-3 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വളരെ ഇൻറ്റിമേറ്റായിട്ട് അറിയുന്ന 2-3 പേരോടും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ക്ഷമിച്ചേട്ടെന്നൊരു സ്റ്റഡി അബ്രോഡ് സംഭവം തുടങ്ങിയിട്ടുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, ഈ ചെറിയ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു.